ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മഹാലക്ഷ്മിയിൽ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ്. കാരണം തിരിച്ചടിയുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഫുള്ള് തിരിച്ചടി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിയും വാമനും മേഘനും പ്രതാപനൊക്കെ കൂടെ ചേർന്നിട്ട് നമ്മുടെ മഞ്ജുവിനെയും സാഗറിനെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പദ്ധതികൾ ഇങ്ങനെ കെട്ടിച്ചമയ്ക്കുന്നുണ്ട്. എന്നാലും മേഘനാഥൻ പറയുന്നുണ്ട്, അവളെ എൻ്റെ അരികിൽ തന്നെ എനിക്ക് കൊണ്ടുവന്നേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് പോലും അടങ്ങിയിരിക്കാൻ തയ്യാറാവുന്നേയില്ല. അങ്ങനെ നമ്മുടെ മേഘനാഥൻ്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ണിയും പ്രതാപനൊക്കെ ആണെങ്കിൽ. അങ്ങനെ നമ്മുടെ ഉണ്ണിയും പ്രതാപനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും ഉണ്ണി, നിനക്ക് കരുണയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാമായിരുന്നു. എന്തിനാ നീ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ ഞാനും വാമനും മേഘനൊക്കെ ഉണ്ടല്ലോ. അപ്പം ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അനുജത്തെ തകർക്കുന്നത് എനിക്കും കൂടെ കണ്ണിൽ കൂടെ കാണണം. അവളെ അത്രയും ദ്രോഹിക്കുന്നത് കാണണം. കാരണം എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെയാണ് അവൾ ഇറങ്ങിപ്പോയത്. എൻ്റെ മേഘേട്ടനെ ചതിച്ചിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മേഘന് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ. ഉണ്ണിക്കാണെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെട്ടതോ ഭാര്യ അവിടെ ഒരു ഭ്രാന്തിയെ പോലെ കഴിയുന്നതൊന്നും നമ്മുടെ ഉണ്ണിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് ഉണ്ണി പറയുന്നത് തന്നെ. അതിന് ശേഷമാണെങ്കിൽ രാത്രിയായ ഒരു സമയത്ത് മേഘനാഥനും കൂട്ടാളികളും നമ്മുടെ ഉണ്ണിയും പ്രതാപനും വാമനൊക്കെ കൂടെ ചേർന്നിട്ട് നമ്മുടെ മഞ്ജുവിൻ്റെ ആ വാടക വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ ആ മേഘനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്താണ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നീ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതും ഈ രാത്രിയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മേഘൻ പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിനെ ഇങ്ങോട്ട് വിളിക്കടി, അവയൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാന്നൊക്കെ പറയുന്നത്. അപ്പോൾ സാഗറിനെ മഞ്ജു വിളിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ പുറത്തോട്ട് ധൈര്യത്തോടെ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവൻ അടിക്കോ കൊല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നുള്ള രീതി തന്നെയാണ് സാഗർ ഇറങ്ങി വരുന്നത് തന്നെ. അങ്ങനെ സാഗറിനോട് പറയുന്നുണ്ട്, നീ എന്താടാ എൻ്റെ കൂടെ നടന്ന് എൻ്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് നീ അങ്ങ് പോയി അല്ലേടാ? നീ എന്താടാ വിചാരിച്ചത്? നിന്നെ അങ്ങനെ വെറുതെ വിടുമെന്നോ? എന്നാൽ ഞാനത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. കാരണം നിന്നെക്കൊണ്ട് ഇഞ്ചിഞ്ചായിട്ട് തന്നെ അവളെ ഞാൻ എൻ്റെ അരികിലേക്ക് തന്നെ വരുത്തിപ്പിക്കും. കാരണം അവളെ എൻ്റെ അരികിലേക്ക് വരുത്താൻ എനിക്കധികം സമയമൊന്നും വേണ്ടെന്നൊക്കെ മേഘനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ സാഗറാണെങ്കിൽ ഒന്നും പറയുന്നൊന്നുമില്ല. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് സാഗർ നന്നായിട്ട് അറിയാം. അപ്പം മേഘനാഥൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യേനെ നീ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവൾ നിൻ്റെ ഭാര്യ ആയാലും അവൾ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടതല്ലേ. അതുകൊണ്ട് അവൾ ഈ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചേക്കും. പക്ഷെങ്കിൽ അവളെ ഞാൻ എൻ്റെ അരയിലേക്ക് തന്നെ വരുത്തും. നീ ഒന്ന് ഓർത്തോ സാഗറെ, നീ ഇപ്പോൾ അവിടുത്തെ ജയിലിൽ കിടക്കേണ്ടവനാണ്. എന്തായാലും നീ തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കിടക്കും. കാരണം നീ കഞ്ചാവ് കേസിൽ പിടിച്ച ഒരാളാണ്. എനിക്ക് എന്തായാലും മതി സമയമൊന്നും വേണ്ട നിന്നെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം നിൻ്റെ ഭാര്യയുടെയും നിൻ്റെയും ജോലി ഞാൻ കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. കാരണം മഞ്ജുവിനും സാഗറിനും ഒക്കെ അറിയാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, നിന്നെ ഇന്ന് ആ മഹാലക്ഷ്മി കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കണ്ണനറിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റിക്കളി വീണ്ടും പിടിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് അവൾ അവനെ പുറത്താക്കിയത്, നിൻ്റെ ഭർത്താവിനെ എന്നൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അനാവശ്യം പറയണ്ട, താൻ ഇപ്പോൾ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, നീ വിളിക്കടി, എനിക്കൊരു കുഴപ്പമില്ല. നാട്ടുകാർക്ക് മൊത്തം അറിയാം നീ എൻ്റെ ഭാര്യയായിട്ട് ഇവൻ്റെ കൂടെ ഇങ്ങ് ഇറങ്ങിപ്പോകുന്നത് സുഖത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, അല്ലെങ്കിലും നീയൊന്നും ചെയ്ത തെറ്റ് ഈ ലോകം ഒരിക്കലും അറിയില്ല. പക്ഷെങ്കിൽ ഞങ്ങളൊക്കെ പോലത്തെ പാവങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ മാത്രമേ ഈ ലോകം അറിയുള്ളൂ. എനിക്ക് എന്തായാലും ഞാൻ ചെയ്ത കാര്യങ്ങൾ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് എൻ്റേതായിട്ടുള്ള ശരികളാണ്. എന്തായാലും എന്നെ ചതിക്കുന്ന നിൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സാഗരേട്ടൻ്റെ കൂടെ ജീവിക്കുന്നതാണ്. കാരണം ഞാൻ വന്ന അന്ന് മുതൽ ഈ നിൽക്കുന്ന സമയം വരെ സാഗരേട്ടൻ എന്നെ പൊന്നുപോലെ തന്നെയാണ് നോക്കിയത്. എനിക്ക് ഒരു ഓർവും സാഗരേട്ടൻ വരുത്തിയിട്ടില്ല. നിന്നെ പോലെ പണത്തിനോട് വലിയ ആർത്തിയും എൻ്റെ ഭർത്താവിനില്ല. ഞാനെന്ന് വെച്ചാൽ അയാൾക്ക് ജീവനാണ്. മറ്റൊരു പെണ്ണിനെ അയാൾ സ്നേഹിക്കുക പോലും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അതൊക്കെ മതിയടോ ഈ പെണ്ണായ എനിക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. നിന്നെപ്പോലെ ഒരു കാമവും പിന്നെ ഭയങ്കര അഹങ്കാരവുമായ പണത്തിനോട് ആർത്തിയുമുള്ള നിന്നെപ്പോലെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ സാഗരൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നതാണ്. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നീയൊക്കെ പണത്തിനും വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കല്യാണം പോലും കഴിക്കുന്നത്. എന്തായാലും അതിനേക്കാളും എത്രയോ നല്ലോണമാണ് ഞാൻ ഈ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം നിനക്കറിയോ മേഘനാഥ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മേഘനാഥനാണെങ്കിൽ മുഖമൊക്കെ ഇങ്ങനെ ചുളിച്ച് വെക്കുന്നുണ്ട്. കാരണം മേഘനാഥൻ ഇതൊക്കെ കേട്ടിട്ട് പ്രാന്ത് പിടിച്ച് നിൽക്കുവാണ്. കാരണം മേഘനാഥനാണെങ്കിൽ മഞ്ജുവിനോട്ടൊന്ന് പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷേങ്കിൽ മഞ്ജു ഇപ്പം മറ്റൊരുത്തൻ്റെ ഭാര്യയാണെന്നുള്ള ആ ഒരു സാമാന്യ വിവരം നമ്മുടെ മേഘനാഥൻ ചിരിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ അടിക്കാതെയാണ് മേഘനാഥൻ അവിടെ നിൽക്കുന്നത് തന്നെ. മഞ്ജുവിനെ അടിച്ചാൽ പിന്നെ സാഗർ കൈ കെട്ടി നോക്കി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം മേഘനാഥന് നന്നായിട്ട് അറിയാം.
അപ്പം മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട്, ഇപ്പം തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കണം. രാത്രി വന്ന് നിൻ്റെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അല്ലെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ആരാ ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നീ നിനക്ക് പറ്റുന്ന പോലെ നീ ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ ജീവിതമൊക്കെ ഇല്ലാണ്ടാക്കിക്കോ. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. നീ പറഞ്ഞല്ലോ നീ എന്നെ ഇങ്ങോട്ടേക്ക് നിൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കളി മൊത്തം കളിക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ മേഘനാഥ, എൻ്റെ ശവം അടക്കം ചെയ്താൽ പോലും നിൻ്റെ മുന്നിലേക്ക് ഞാൻ വരില്ല. കാരണം എനിക്ക് നിന്നോട് തീർത്താ തീരാത്ത വെറുപ്പുണ്ട്. കാരണം ചെറുപ്പകാലം മുതലേ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതാണ്. പക്ഷേങ്കിൽ നീ എന്നെ വഞ്ചിച്ചാനാണ്. ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കുകയില്ല. എന്തൊക്കെയാണെങ്കിലും എൻ്റെ വീട്ടിലോട്ടും നിൻ്റെ ആ വീട്ടിലോട്ടും ഞാൻ കയറി വരില്ല മേഘനാഥ. എൻ്റെ ഭർത്താവിനെയും എന്നെ നീ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തു, ഒരു കുഴപ്പമില്ലെന്നൊക്കെ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു ഇങ്ങനെ പറഞ്ഞ് സാഗറിനെയും കൂട്ടിയിട്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ അവിടുന്ന് പടിയിറങ്ങി പോവുകയാണ് ചെയ്യുന്നതിന്. അങ്ങനെ കൂട്ടാളികളോട് പറയുന്നുണ്ട്, എന്തായാലും അവളുടെ ഇത്രയൊക്കെ ഞാൻ അവളെ പിരിച്ചു വിട്ടിട്ടുണ്ട്. എന്തായാലും അവൾക്ക് ഇച്ചിരിയെങ്കിലും സാഗറിനോടൊരു ദേഷ്യം കാണും. കാരണം എന്ന് വെച്ചാൽ സാഗർ കാരണമാണല്ലോ ഇപ്പോൾ ഈ അവസ്ഥയിലൊക്കെ നിൽക്കുന്നത്. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല മഞ്ജു എന്തായാലും സാഗറിനെ വെറുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മഞ്ജുവിൻ്റെ ആ മുഖത്തുള്ള സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവൾ ഒരുപാട് സന്തോഷവതിയാണ്. ആ സന്തോഷം ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവളെ തിരിച്ചു കിട്ടുകയുള്ളൂ എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. അപ്പം മേഘനാഥൻ പറയുന്നുണ്ട്, അത് ശരിയാണെന്ന് നീ പറഞ്ഞത്. എന്തായാലും അവളെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ പല കളികളും കളിക്കും. നിങ്ങൾക്ക് കൂടെ നിൽക്കണം എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട്. അങ്ങനെ ശരി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും തന്നെ പടിയിറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ അനുജത്തി തന്നെയാണ് അവളെ ഞാൻ എൻ്റെ അനുജത്തിനേക്കാളും സ്നേഹിച്ചത് എൻ്റെ മകളായിട്ട് തന്നെയാണ്. കാരണം ചെറുപ്പകാലം മുതലേ എനിക്ക് അവളെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേങ്കിൽ നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് അവളോട് വെറുപ്പ് തോന്നിയത് മഹാലക്ഷ്മി. പക്ഷേങ്കിൽ ഇപ്പോൾ അവൾ ഒരുപാട് മാറി. അവളുടെ ഏട്ടനും അവളുടെ അമ്മയും അവളുടെ കരുണയൊക്കെ പോലെ ഒന്നും അല്ലായിരുന്നു അവളിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് അവരെപ്പോലെ തന്നെയായിരുന്നു അവളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളോട് ആ ഒരു ദേഷ്യം വന്നത്. എന്നാൽ ഇന്നെൻ്റെ അനുജത്തി എൻ്റെ മുമ്പിൽ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഞാൻ വഴി അവൾക്ക് പണം കൊടുത്താൽ അവൾ സ്വീകരിക്കില്ല. എന്തായാലും അവൾക്ക് വേണ്ട വീടും കാറും സ്വത്തുക്കളെല്ലാം ഇന്ന് തന്നെ അവളുടെ വീട്ടിലെത്തിയിരിക്കും. കാരണം അവൾ സുഖമായിട്ട് തന്നെ ജീവിക്കണം. അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവൾ തിരഞ്ഞെടുത്ത ഒരാൾ നമുക്ക് പണ്ട് മുതലേ ഇഷ്ടമില്ലാത്ത ഒരാളായിപ്പോയി. അവളെ എന്തായാലും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നല്ലേ അവൾ പറഞ്ഞത്. എന്തായാലും അവളുടെ സന്തോഷം അങ്ങനെയാണെങ്കിൽ അവൾ സന്തോഷിക്കട്ടെ. പക്ഷേങ്കിൽ ഞാനാണ് ഇതൊന്നും കൊടുക്കുന്നതെന്ന് അവളോട് പറയാതിരുന്നാൽ മതി എന്നൊക്കെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മാർക്കോയുടെ വഴി നമുക്ക് കൊടുത്താലോ കണ്ടേട്ടാ. കാരണം അതാകുമ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, നല്ല സന്തോഷമായിരിക്കും. മാർക്കോ കൊടുത്തതാണെന്ന് അവൾ വിശ്വസിച്ചോളെന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് വളരെയധികം തന്നെ ശരിയാണ്, ഞാൻ മാർക്കോയെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ ഫോണെടുത്ത് മാർക്കോയെ വിളിക്കുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, എന്താ സാറേ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മാർക്കോനോട് പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം കണ്ണൻ. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട് നമ്മുടെ കണ്ണനോടാണെങ്കിൽ. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ കാരണം മാർക്കോ ആണെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, കഞ്ചാവ് കേസും അങ്ങനെയൊക്കെ തന്നെയാണ് സാറേ. എന്തായാലും സാഗർ നല്ലവൻ എന്നാണ്. സാറിന് ഇപ്പോഴെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായാലും അതിലൊരുപാട് സന്തോഷം. ഞാൻ എന്തായാലും സാറ് പറഞ്ഞ പോലെ അവർക്ക് പൈസയും വീടും കാറൊക്കെ കൊണ്ടു കൊടുക്കാം. സാറിനെ വിളിച്ചാൽ മതി, എപ്പോഴാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ എന്നൊക്കെ മാർക്കോ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ ഇനിയിപ്പോൾ നമ്മൾ മഞ്ജുവിന് സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുത്ത് മഞ്ജുവിനെ വലിയൊരു വീട്ടിലോട്ടേക്ക് എന്തായാലും മാറ്റും. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്.